കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ദുർമന്ത്രവാദം സംശയിച്ച പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ ഇന്നലെ ചോദ്യം ചെയ്തു. രണ്ടാനമ്മ അനീഷയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ രണ്ടാനമ്മ കൊലപ്പെടുത്തിയതിന് ഒരു കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിലവിൽ ഇതുവരെ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ പിതാവിന് നേരിട്ടുള്ള പങ്ക് ഇതിലില്ല എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിലൊരു ദുർമന്ത്രവാദം പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരം ചില വിവരങ്ങൾ പോലീസ് ലഭിച്ചു. ഇന്നലെ രാത്രി ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തു. എന്തായാലും കുട്ടിയുടെ രണ്ടാനമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. നിലവിലിപ്പോൾ കുട്ടിയുടെ രണ്ടാനമ്മ ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യസഹായം ഇപ്പോൾ നൽകി വരികയാണ്. പോലീസ് കസ്റ്റഡിയിലുണ്ട്. വൈകാതെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. അതിനുശേഷമാണ് ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് എന്തായാലും പോലീസ് കടക്കുക. എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവരെ ഓരോരുത്തരെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലീസ് പങ്കുവച്ച വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് നാടി നടുക്കിയ സംഭവം ഉണ്ടായത്. ഭക്ഷണം കഴിച്ച് കിടന്ന കുട്ടി പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നില്ല. പിന്നീടാണ് മരിച്ച വിവരം എന്തായാലും അറിയുന്നത്. അതിനുശേഷം നാട്ടുകാരടക്കം ഇതിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. നാട്ടുകാരിൽ സംശയം തോന്നിയവരാണ് ഇതിനെ പോലീസിനെ വിവരം അറിയിച്ചത്. പിന്നീട് പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഇതിൽ ലഭിച്ച വിവരമാണ് ഒരു കൊലപാതകം സംശയമെന്ന നിലയിലേക്ക് ഇത് ഉയർന്നത്. അതിനുശേഷമാണ് വിശദമായ ചോദ്യം ചെയ്യൽ കുട്ടിയുടെ രണ്ടാനമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിൽ ഈ പ്രതി കുട്ടിയുടെ രണ്ടാനമ്മയാണെന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് ഇവരുടെ എന്തായാലും അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും ഇപ്പോൾ പോലീസ് കടക്കുന്നത്. നിലവിൽ ഇപ്പോൾ മന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുമ്പോൾ ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുമെന്ന വിവരം എന്തായാലും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ ഈ സംഭവ സ്ഥലത്ത് റൂറൽ എസ് പി വൈഭവ് സക്സേന സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങൾ എന്തായാലും വ്യക്തമാക്കിയത്. SKN. ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.